ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് സ്കിന്നിനും ഹെയറിനും പറ്റിയ നല്ല ഭയങ്കര ഹെൽത്തി ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ജെൽ ഉണ്ടാക്കാം. ആ ജെൽ ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിയാ സീഡും ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ഉണ്ട്, അതും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഫ്ലാക്സ് സീഡ്, ഇത് കുതിർത്തിട്ടൊന്നുമല്ല, നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. അത് കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ വരുന്നുണ്ട്, നമ്മുടെ പച്ചരി അരി. നമ്മൾ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ, ഇപ്പം ഇച്ചിരി അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. നല്ലോണം കഴുകി എടുത്തിട്ട് വേണം എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ചധികം വെള്ളം ഒഴിക്കുക. മീൻസ് അത് മുങ്ങിക്കിടക്കുന്നത് പോലെ അതിൻ്റെ നികപ്പിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത് വന്നിട്ട് നല്ലോണം കുറുകി വരും കേട്ടോ. കുറുകി വരും. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കറിയാമല്ലോ അതെടുക്കുക. പിന്നെ തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കാകുകയും ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് നല്ല ടൈറ്റ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്, നല്ല ജെല്ലി ഫോമിലാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നല്ലോണം കുറുകി വരുന്നുണ്ട്. അപ്പം ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം അത്രയും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും സ്കാൽപ്പിനെ നറിഷ് ചെയ്യാനും അതേപോലെ പുതിയ ഹെയർ വരാനും നല്ല ഉള്ള ഹെയറിന് തിക്നെസ് കൂടാനും നീളം കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഹെയറിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ സ്കിന്നിലേക്ക് വരികയാണെങ്കിൽ സ്കിന്നിൻ്റെ കാര്യത്തിൽ നല്ല തിളക്കം കിട്ടാനും റിങ്കിൾസൊക്കെ പോവാനും പാടുകളൊക്കെ കുറയാനും അതേപോലെ തന്നെ ഹെൽത്തി ആൻഡ് നറിഷ്ഡ് സ്കിന്ന് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി വായിച്ച് നോക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ല തിക്കാവുന്നവരെ ഞാൻ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ജെല്ലി കൺസിസ്റ്റൻസിയിൽ കിട്ടാനും കുറച്ച് ലാസ്റ്റ് ചെയ്യണ പോലെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അത് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ എടുത്തിട്ട് പിന്നെ ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുക്കുക. ചൂടോടെ തന്നെ അരിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. തിക്കായി കഴിഞ്ഞാൽ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രെയിനർ ആണെങ്കിൽ കുറച്ചൊന്ന് ചൂടാറിയിട്ട് അരിക്കാനായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് അരിച്ചെടുക്കുക. അരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, തിക്കായിട്ടുള്ള ജെല്ലി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രസ് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് വേണം നമുക്കതിനെ ജെല്ലി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫോം ഇതാണ്, ശരിക്കും ജെല്ലി ഫോമാണ്. അതൊന്ന് കുറച്ചൊന്ന് അടിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. അതിനോട് കുറച്ച് റോസ് വാട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റോസ് വാട്ടറും സ്കിന്നിനും സ്കാൽപ്പിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എപ്പോൾ വേണമെന്ന് വെച്ചാൽ ദിവസം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെയറിലാണ് ചെയ്യുന്നതെങ്കിൽ തണുപ്പത്തുനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് കുറച്ച് ആവശ്യമുള്ളത്ര ക്വാണ്ടിറ്റി മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അത് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക യൂസ് ചെയ്യേണ്ട തണുപ്പാകുന്ന വരെ അതൊന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അത് സ്കാൽപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് തേക്കണം. അതല്ലാതെ ഫേസിനാണെങ്കിൽ ആ തണുപ്പോടെ തന്നെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ജെല്ലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം വെക്കുക. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസ് ഡ്രൈ ആവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ ജെല്ലി ഒന്നുകൂടെ റിപ്പീറ്റ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അത് പതുക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. കഴുകി എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നല്ലൊരു തിളക്കം കിട്ടും നമ്മളത് ചെയ്തതിന് ശേഷം. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു തിളക്കം കിട്ടും. റിങ്കിൾസ് കുറയാൻ ഒത്തിരി നല്ലതാണ്. സ്കിന്നിപ്പോൾ റെഗുലർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ഈസിയാണ് ഉണ്ടാക്കാനും സൂക്ഷിക്കാനും ഈസിയാണ്. അതേപോലെ തന്നെ നമുക്കിത് എന്താ പറയുക അപ്ലൈ ചെയ്യാനും ഈസിയാണ്, എല്ലാം ഈസിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ലൊരു ഐറ്റമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.